മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. രക്തബന്ധങ്ങളായും സ്നേഹബന്ധങ്ങളായും ഒരുപാട് ബന്ധങ്ങളുണ്ടാവും നമുക്ക് ഓരോരുത്തർക്കും. ജന്മം കൊണ്ടും ജീവിതം കൊണ്ടും കിട്ടിയ കുറെ ബന്ധങ്ങൾ അല്ലെ? അറിഞ്ഞും അറിയാതെയും വന്നു ചേർന്ന അങ്ങനെയുള്ള ബന്ധങ്ങളുടെ വിശാലമായ ഒരു പ്രതലത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ യാത്ര മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവരാരും നമ്മുടെ അതേ മാനസിക ചിന്താഗതികളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉള്ളവരാണ് എന്ന് പറയാനാവില്ല. എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളും ചിന്തകളും ആശയങ്ങളും ആഗ്രഹങ്ങളും നിലപാടുകളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും വ്യത്യസ്തരാണ്. എന്നാൽ എല്ലാവരും വളരെ വ്യത്യസ്തരാണ് എന്ന് നമുക്കറിയാമെങ്കിലും നമ്മൾ പൊതുവെ നമ്മളാണ് ഏറ്റവും വലിയ ശരിയെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ജീവിക്കാറുള്ളത്. അതായത് നമ്മുടെ ചിന്താഗതികളുമായി പൊരുത്തപ്പെടാനാവാത്ത വ്യത്യസ്തതകളെ ഒന്നും ഒരു കാര്യത്തിലും നമ്മൾ അങ്ങനെ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ ഈ ബന്ധങ്ങൾക്കിടയിലൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും സൗന്ദര്യ പിണക്കങ്ങളും സ്വാഭാവികമായി തന്നെ ധാരാളം ഉണ്ടാവാറുണ്ട്. അതിന്റെ പേരിൽ വഴക്ക് കൂടിയിട്ടുണ്ട്. പലപ്പോഴും പല ബന്ധങ്ങളും വഷളായിട്ടുമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ തന്നെ അതിൽ പിരിഞ്ഞുപോയ ബന്ധങ്ങളിലേറെയും ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെയും സൗന്ദര്യ പിണക്കങ്ങളുടെയും ഒക്കെ പേരിലാണെന്ന് കൃത്യമായിട്ട് കാണാൻ കഴിയും. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടേത് എന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എന്തുകൊണ്ടായിരിക്കാം അവരൊക്കെ വിവാഹമോചനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവുക? കാരണങ്ങൾ പലതാണെങ്കിലും അതിന്റെ ആകത്തുക എന്നത് പരസ്പരം പൊരുത്തപ്പെടാൻ കഴിയാത്ത വിധം അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്കിടയിൽ വളർന്ന് പന്തലിച്ചു എന്നത് തന്നെയാണ്. വ്യക്തികൾക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നീട് ബന്ധങ്ങൾ തകരുന്നതിന് എങ്ങനെയാണ് കാരണമാകുന്നത് എന്ന ഒരു ചെറിയ കാര്യം മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളും സൗന്ദര്യ പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ അവിടെ ആദ്യം സംഭവിക്കുന്നത് കുറെ വാദപ്രതിവാദങ്ങളായിരിക്കും അല്ലെ? തീർച്ചയായിട്ടും നമുക്കൊക്കെ അങ്ങനെയുള്ള കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ ആ സാഹചര്യത്തെ നമുക്ക് നന്നായി ബാലൻസ് ചെയ്യാൻ സാധിച്ചതുകൊണ്ടാണ് വലിയ പരിക്കില്ലാതെ ആ നിമിഷം കടന്നു പോവുകയും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെയാണെന്ന് പറയാനാവില്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിയന്ത്രണങ്ങൾക്കപ്പുറം വലിയ വഴക്കുകളായി രൂപപ്പെടാറുണ്ട്. കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത വിധം ചിതറിപ്പോയ ബന്ധങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ നമുക്കത് കാണാൻ കഴിയും. കാരണം ചില അഭിപ്രായ വ്യത്യാസങ്ങളും സൗന്ദര്യ പിണക്കങ്ങളും അങ്ങനെയാണ്. അത് വലിയ വഴക്കുകളായി നമ്മളെ തള്ളിയിടുന്ന ഒരു പോയിന്റ് ഉണ്ട്. എന്താണെന്നറിയോ? അവിടെ നമ്മൾ എന്ന വാക്കിനെ സൗകര്യപൂർവ്വം മായ്ച്ചു കളഞ്ഞ് ഞാനും നീയും എന്ന വാക്കിനെ ശക്തമായി ഉപയോഗിക്കാൻ തുടങ്ങും. ആ പോയിന്റിൽ എത്തിച്ചേർന്നാൽ പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങളിലും ഞാൻ ശരിയും നീ തെറ്റുമാണ് എന്ന ന്യായം മാത്രമേ കാണാനാവുകയുള്ളൂ. അങ്ങനെ പരസ്പരം വിട്ടുകൊടുക്കാതെ മുറുകെ പിടിച്ച ന്യായങ്ങളാണ് ഇന്ന് വരെ തകർന്നു വീണ ഓരോ ബന്ധങ്ങളുടെയും ജീവിതത്തിന്റെ പിന്നിലുള്ളത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിലൊന്നാണ് ഈ സ്വയം ന്യായീകരിക്കൽ. എന്നാൽ അത് പലപ്പോഴും നമ്മുടെ വലിയ തെറ്റുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയോ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യാറില്ല. പക്ഷെ നമ്മളത് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ നല്ല വ്യക്തിത്വം എന്നതൊക്കെ സ്വയം രൂപപ്പെടുത്തിയെടുക്കാനുള്ളതാണ് എന്ന് സ്വയം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള തിരിച്ചറിവുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ നമ്മളെ എല്ലായ്പ്പോഴും ന്യായീകരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ നമുക്ക് നേരെ ഒരു ചോദ്യം കടന്നു വരുന്നുണ്ട്. നമ്മൾ അത്ര പെർഫെക്റ്റ് ആണോ? അത്രമാത്രം നമ്മൾ നമ്മളെ ന്യായീകരിക്കണമെങ്കിൽ അതിന് മാത്രമുള്ള ശരികൾ നമ്മളിൽ ഉണ്ടാവേണ്ടതല്ലേ? നമ്മൾ അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയാണോ? അല്ലെങ്കിലും ഒരു വ്യക്തിക്ക് അത്രയ്ക്കും പെർഫെക്റ്റ് ആവാൻ സാധ്യമാണോ? ഒരാൾ 100% പെർഫെക്റ്റ് ആണ് എന്ന് പറയണമെങ്കിൽ അയാളുടെ വ്യക്തിപരമായ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും കാഴ്ചപ്പാടുകളും നിലപാടുകളും ഒക്കെ എല്ലാവർക്കും പൂർണ്ണ മനസ്സോടെ ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും കഴിയേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ ആർക്കും സാധ്യമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് തിരിച്ചറിയാൻ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ മതി. ആരെന്ത് പറഞ്ഞാലും ആരെന്ത് ചെയ്താലും അതിനൊക്കെ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകും. ചില ആളുകൾ അത് ശരിയാണെന്ന് പറയും, മറ്റു ചില ആളുകൾ അത് ശരിയല്ല എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ? അത്രയ്ക്കേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ മനസ്സ് അല്ലെ? ആ തിരിച്ചറിവാണ് നമുക്ക് ആവശ്യം. എനിക്ക് എന്റേതായ ശരികളുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ അയാൾക്ക് അയാളുടേതായിട്ടുള്ള ശരികളുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ നമ്മളെ ന്യായീകരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ കുറ്റം പറയുന്നവർക്ക് നമ്മൾ നൽകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അയാൾക്കും അയാളെ ന്യായീകരിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന സ്വാതന്ത്ര്യം. അല്ലെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും സൗന്ദര്യ പിണക്കങ്ങളും ഇല്ലാത്ത ബന്ധങ്ങളെ കണ്ടെത്തുക, സൃഷ്ടിച്ചെടുക്കുക എന്നതൊന്നുമല്ല മഹത്തായ കാര്യം. കാരണം വ്യത്യസ്തതകൾ കൂടിച്ചേരുമ്പോൾ ഇതെല്ലാം സ്വാഭാവികമായി തന്നെ ഉണ്ടാവും. അതിനെ ആരോഗ്യകരമായി കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രധാനം. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനാണ് ശരി എന്ന പിടിവാശിയല്ല നമുക്ക് ആവശ്യം.
അയാൾ പറയുന്നതിലും ചില ശരികളുണ്ട് എന്ന തിരിച്ചറിവോടെ പരസ്പരം ചിലതൊക്കെ വിട്ടുകൊടുക്കാനും നമുക്കാവണം. അങ്ങനെ വിട്ടുകൊടുക്കുന്നു എന്ന് കരുതി നമ്മൾ ചെറുതായി പോവുകയൊന്നുമില്ല. പകരം ആ അഭിപ്രായ വ്യത്യാസങ്ങളും സൗന്ദര്യ പിണക്കങ്ങളും വലിയ വഴക്കുകളിലേക്ക് പോവാതെ ആരോഗ്യകരമായി അവസാനിക്കുകയാണ് ചെയ്യുക. ശരികൾ മാത്രമുള്ള വ്യക്തികളോ തെറ്റുകൾ മാത്രമുള്ള വ്യക്തികളോ ഇവിടെയില്ല. ശരികളും തെറ്റുകളും കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഒന്നാണ് ഓരോ മനുഷ്യനും. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് തോന്നുന്ന വലിയ ശരികളൊക്കെ നാളത്തെ വലിയ തെറ്റുകളാവാം. ഇന്നത്തെ തെറ്റെന്ന് മറ്റുള്ളവർ പറഞ്ഞ പല കാര്യങ്ങളും നാളത്തെ നമ്മുടെ വലിയ ശരികളുമാവാം. ഇതിനിടയിൽ എവിടെയാണ് ഒരു മനുഷ്യൻ എല്ലായ്പ്പോഴും പെർഫെക്റ്റ് ആവുന്നത്? ഈ ചെറിയ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു തെറ്റുകളുടെ പേരിലൊക്കെയുള്ള വഴക്കും പിടിവാശികളും ഒക്കെ അങ്ങ് വിട്ടുകളയണം. ഈ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടുത്താൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. പക്ഷേ അതിനൊക്കെ ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത വലിയ കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആ നഷ്ടപ്പെടുത്തലിനൊക്കെ ഒരർത്ഥം ഉണ്ടാവുകയുള്ളൂ. പിടിവാശിയുടെ പുറത്തും ഞാനാണ് ശരിയെന്ന അന്ധമായ വിശ്വാസത്തിന്റെ പുറത്തും നമ്മൾ അടർത്തി മാറ്റി ഇല്ലാതാക്കിയ നല്ല ബന്ധങ്ങളൊക്കെ നമ്മുടെ അപക്വമായ തീരുമാനങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ തന്നെ അടയാളപ്പെടും. നല്ല ബന്ധങ്ങളൊന്നും രൂപപ്പെടുന്നത് ചെറിയ സമയം കൊണ്ടല്ല, അതിന് ഒരുപാട് സമയമെടുക്കും. ആ സമയങ്ങൾക്കിടയിലുള്ള പിണക്കങ്ങൾക്കും പരിഭവങ്ങൾക്കും അപ്പുറം ക്ഷമയോടെയും സമചിത്തതയോടെയും ആ ബന്ധത്തെ കൈകാര്യം ചെയ്യുവാനും ചേർത്ത് പിടിക്കുവാനും കഴിയുന്നവർക്ക് മാത്രമേ ഒരിക്കലും തകരാത നല്ല ബന്ധങ്ങളെ സൃഷ്ടിച്ചെടുക്കുവാനും നിലനിർത്തിയെടുക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. താങ്ക് യു.